ഹായ്, ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ഞണ്ട് ഇട്ടിട്ട് കളർ മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഡയറക്റ്റ് കറിയിലിട്ടിട്ടും ചെയ്യാം, പക്ഷേ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നുന്നുണ്ടാവും. പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് 4 വലിയ സവോള വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവോള ഏകദേശം വഴണ്ടി വരുന്ന ടൈമിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഈ തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി വയ്ക്കും ഈ ഞണ്ടുമ്മ പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാണ് വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്